ഏതോ ജന്മത്തിൽ കുറേ നല്ല കർമ്മങ്ങൾ ചെയ്ത് അവസാനം ഈ മനുഷ്യജന്മം കിട്ടി. പക്ഷേ ഇവിടെ വന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന ഉടനെ തന്നെ അവൻ കാണുന്ന ഈ ലോകമാണ്. ആ ലോകം അവനെ ത്രസിപ്പിച്ചു. പിന്നെ ആ ലോകം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ്, ഭ്രാന്തമായിട്ടുള്ള നെട്ടോട്ടം. നമ്മളൊക്കെ അതിൻ്റെ ആൾക്കാരാണ്. അവരെയാണ് അല്ലയോ മൂഢമതേ എന്ന് വിളിച്ചത്. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖകരണേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭജഗോവിന്ദം ആദിശങ്കരാചാര്യരുടെ ഒരു കൃതിയാണത്. സനാതനധർമ്മ തത്വങ്ങൾ അതിൻ്റെ മൂലാധാരം എന്ന് പറയാവുന്നത് ശ്രുതികളാണ്. വേദങ്ങളെന്ന് മൊത്തം പറയാം. ആ വേദങ്ങൾ നിലകൊള്ളുന്നത് വേദാന്തത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഉപനിഷത്ത്, വേദത്തിൻ്റെ അത്യം. അത് എളുപ്പമല്ല അവിടെ എത്തിച്ചേരാൻ. എത്തിച്ചേർന്നാലും വേദാന്തത്തിൻ്റെ പ്രസ്താവനകൾ, വേദാന്തത്തിൻ്റെ കൽപ്പനകൾ അത് ഏറ്റുവാങ്ങാനും ബുദ്ധിമുട്ടാണ്. ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഈ ദൃഷ്ടിക്ക് അധീനമായിട്ടുള്ള പ്രപഞ്ചം അത് ഉണ്ടായി മറയുന്ന ഒരു മിഥ്യ മാത്രമാണ്, സത്യമല്ല. കടലിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ തിരമാല കാണാം. കൊച്ചുകുട്ടികൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്താ പറയുക, മക്കൾ എന്തൊക്കെയാണ് കണ്ടേ? ഞങ്ങളവിടെ തിരമാല കണ്ടു, ഞങ്ങൾ ഓളങ്ങൾ കണ്ടു, ഞങ്ങൾ നുരകൾ കണ്ടു, പതകൾ കണ്ടു. മുത്തച്ഛൻ ചിരിക്കും, കാരണം മുത്തച്ഛൻ അറിയാം ഇതെല്ലാം വെള്ളമാണ്. ആ വെള്ളത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വികാരങ്ങൾ മാത്രമാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ കാണുന്നത് അതിൻ്റെ വൈവിധ്യങ്ങളാണ്. ഏതായാലും നിലനിൽപ്പിൻ്റേതായിട്ടുള്ള സത്യങ്ങൾ ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ പലപ്പോഴും നമ്മളെ ബോധിപ്പിച്ചിട്ടുണ്ട്. ഈ സത്യത്തെ, പരമമായ സത്യത്തെ അന്വേഷിച്ച് അത് അനുഭവമാക്കാതെ ഒരാളുടെ ജീവിതം സമ്പൂർണ്ണമാകുന്നില്ല. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ചെന്ന് ചാടി വീഴാവുന്ന ഒന്നല്ല വേദാന്തം. അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ബ്രഹ്മചാരികൾ പോലും, ബ്രഹ്മത്തിൽ ചരിക്കുന്ന ആളുകൾ പോലും പലപ്പോഴും വേദാന്തമെന്ന ഘോര സർപ്പത്തിൻ്റെ കടിയേറ്റ് മയങ്ങി വീഴാറുണ്ട്. പക്ഷെ ചിലർ വീണ്ടും മയക്കത്തിൽ നുണരുമ്പോൾ അതേ ഘോരസർപ്പത്തിന് മുമ്പിൽ തന്നെ നിന്നിരിക്കും. കുറേ കഴിയുമ്പോൾ വഴങ്ങും. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വഴിയും മാർഗവും വേണം. അതിനു വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പ്രചോദനവും പ്രേരണയും നൽകുന്ന ഒരുപാട് കൃതികൾ ലളിതമായിട്ടുള്ള ഭാഷയിൽ ശങ്കരാചാര്യരടക്കമുള്ള ആചാര്യന്മാർ എഴുതി വച്ചിട്ടുണ്ട്. അതിൽ മധുര മനോഹരമായിട്ടുള്ള ശബ്ദവിന്യാസത്തോടു കൂടിയിട്ടുള്ള കൃതിയാണ് ഭജഗോവിന്ദം. ആരോ പറഞ്ഞു ഭജഗോവിന്ദം പാടുമ്പോൾ താളം പോലും വേണ്ട. താളം മീൻസ് കൊട്ടുമാദ്യം വേറെ വേണ്ട എന്നർത്ഥം. താളം വേണം. അതിലുള്ള വാക്കുകൾ തന്നെ കൊട്ടുമാദ്യങ്ങളായിട്ട് മാറുന്ന പറയണത്. തങ്കം ഗളിതം പല്ലിതം മുണ്ടം ദശന വിഹീനം ജാതം തുണ്ടം പ്രദ്ദോയാതി ഗൃഹീത്വാദണ്ഡം തതപിന മുഞ്ചത്യാശ പിണ്ടം ഡം 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 ഡം. അങ്ങനെയാണ് എൻ്റെ പോക്ക്. അവിടെ നമുക്ക് വേറെന്തെങ്കിലും ശബ്ദബീജികൾ കൊണ്ടുവന്നാൽ അത് അരോചകമായിട്ട് തോന്നും. അത്രയും ലളിതമാണ് ഭജഗോവിന്ദം. ഇത് പാടി രസിക്കാൻ പറ്റും. നമ്മുടെ ഗാനഗന്ധർവൻ പാടിയിട്ടുണ്ട്.
MS സുബ്രഹ്മണ്യം അതിനെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. വെറുതെ പാടിയാലും അതിൻ്റെ ആ വരികൾ എന്തിനെ ദ്യോതിപ്പിക്കുന്നുവോ അത് പതുക്കെ പതുക്കെ ഉള്ളിൽ വന്ന് കയറും, അത് ഗുണം ചെയ്യും. അതിനുവേണ്ടി വേറൊരു ആചാര്യൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല എന്ന് സാരം. ഇതിന് മോഹമുദ്ഗരം അങ്ങനെ ഒരു പേരും കൂടിയുണ്ട്. സ്വാർത്ഥ താല്പര്യ സംരക്ഷണം മാത്രം കൈക്കൊണ്ടിട്ടുള്ള ഈ ഭൗതിക മോഹത്തിൻ്റെ, ഈ കാണാനും കേൾക്കാനും അനുഭവിക്കാൻ കഴിയുന്ന ലോകത്തെ മുഴുവൻ വാരിപ്പിടിക്കണം, ആ മോഹത്തിൻ്റെ മസ്തകം അടിച്ചുടയ്ക്കാനുള്ള ഒരു ദണ്ഡാണ് ഈ മോഹമുദ്ഗരം. ഓരോ പദ്യത്തിൻ്റെയും താല്പര്യം നമുക്ക് മനസ്സിലായിട്ട് വരുമ്പോൾ ഈ മോഹമുദ്ഗരം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, അതിൻ്റെ അർത്ഥവ്യാപ്തി അത് നമുക്ക് മനസ്സിലായിട്ട് വരും. ലൗകിക വിജ്ഞാനങ്ങൾ, ആ വിജ്ഞാനത്തോടൊപ്പം പരമമായിട്ടുള്ള സത്യത്തോടുള്ള താല്പര്യം കൊണ്ട് അതിൻ്റെ അന്വേഷണാർത്ഥം ആ വഴിക്ക് ചരിക്കാൻ, അതാണ് ബ്രഹ്മത്തിലൂടെ ചരിക്കുക എന്ന് പറയുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പ്രസ്താവനകൾ അടങ്ങിയിട്ടുള്ള ശങ്കരാചാര്യരുടെ തന്നെ, അതല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ, ചട്ടമ്പി സ്വാമികൾ, അങ്ങനെയുള്ള ആചാര്യന്മാരുടെ ആചാര്യ പരമ്പരകളുടെ, അത് ലൗകിക വിജ്ഞാനത്തോടൊപ്പം തന്നെ ചേർത്തുകൊണ്ടാണ് ആധ്യാത്മിക വിജ്ഞാനത്തെ പ്രസരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഓരോ വരികളും ഒരു പ്രായം കഴിഞ്ഞാൽ ആരും നമുക്ക് പറഞ്ഞു തരാതെ ഓരോ വരികളുടെ അർത്ഥം നമ്മളുടെ അനുഭവമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനെ വിന്യസിപ്പിക്കാൻ നമുക്ക് തന്നെ കഴിയും. അതിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഭജഗോവിന്ദം, സീക് ഗോവിന്ദ, ഗോവിന്ദനെ ഭജിക്കുക. ആരുടെ പറയുന്നത്? മൂഢമതേ. ഇനിയും സത്യമെന്തെന്ന് തിരയാതെ ഉള്ള ജന്മം മുഴുവൻ ഈ ലോകത്തെ വാരിപ്പിടിക്കാനുള്ള ശ്രമവുമായിട്ട് കിട്ടിയ ജന്മം നഷ്ടപ്പെടുത്തുന്ന ആളുകൾ. നന്ദാവനത്തിൽ ഒരാണ്ടി അവൻ 4-6 മാസമായി കൊയവനായി തേടി കൊണ്ടുവന്താൻ ഒരു തൊണ്ടി, അത് കൂത്താടി കൂത്താടി പോട്ടുടൈത്താൻ ആണ്ടി. അമ്മയുടെ ഗർഭപാത്രത്തിലേയും കിടന്ന് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ഏതോ ജന്മത്തിൽ കുറേ നല്ല കർമ്മങ്ങൾ ചെയ്ത് അവസാനം ഈ മനുഷ്യജന്മം കിട്ടി. പക്ഷേ ഇവിടെ വന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന ഉടനെ തന്നെ അവൻ കാണുന്ന ഈ ലോകമാണ്. ആ ലോകം അവനെ ത്രസിപ്പിച്ചു. പിന്നെ ആ ലോകം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ്, ഭ്രാന്തമായിട്ടുള്ള നെട്ടോട്ടം. നമ്മളൊക്കെ അതിൻ്റെ ആൾക്കാരാണ്. അവരെയാണ് അല്ലയോ മൂഢമതേ എന്ന് വിളിച്ചത്. അവർക്കുള്ള ഉപദേശമാണ് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അവരോട് പറയുകയാണ്, നിങ്ങൾ പരമപിതാവിനെ ഭജിക്കുക. മരണകാലം വരുമ്പോൾ നിങ്ങളുടെ ഒപ്പം വന്ന് നിൽക്കാൻ ആരും ഉണ്ടാവില്ല കേട്ടോ. നോ ബഡി വിൽക്കം. ആ സമയത്ത് നിങ്ങളെ രക്ഷിക്കുക അവൻ മാത്രമാണ്. ആ സ്മരണകൾ മാത്രമാണ്, ആ സന്ദേശങ്ങൾ മാത്രമാണ്. ജനിച്ചാൽ മരിക്കും, അത് അപരിഹാര്യമായിട്ടുള്ള കാര്യമാണ് എന്നിത്യാദിയുള്ള സന്ദേശങ്ങൾ. മുഹമ്മദ്ഗരത്തിൻ്റെ അതിൽ ഏകദേശം 33 ശ്ലോകങ്ങളുണ്ടെന്നാണ് പറയുക. ചിലയിടത്ത് 35 പറയുന്നുണ്ട്, ചിലയിടത്ത് ചുരുക്കി 30 പറയുന്നുണ്ട്. നമുക്കിവിടെ വിന്യസിപ്പിക്കാനുള്ളത് 33 ശ്ലോകങ്ങളാണ്. മൂഢൻ, ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കാൻ കഴിയുന്ന ലോകമാണ് പരമസത്യമെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ വാരിപ്പിടിക്കാൻ ഒരു ജന്മം മുഴുവൻ തപമാക്കുന്നവനാരോ അയാളാണ് മൂഢൻ. അവസാനം അയാൾ അത്രയും കാലം അധ്വാനത്തിൻ്റെ ബാക്കി പത്രം അതിവിടെ ഇട്ടേച്ച് പോവുകയാണ്. അതിലപ്പുറമുള്ള പല കാര്യങ്ങളും ഒരിക്കലും നശിക്കാത്ത ഒന്നുണ്ട്, മുക്കാലങ്ങളെയും ഭേദിച്ചു പോകുന്ന ഒരു സദ്വസ്തുവുണ്ട്. അതിനെ സമാഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജന്മപ്രാരബ്ധം. ഏതായാലും അങ്ങനെ ഉള്ള മനുഷ്യരെ, അങ്ങനെയുള്ള മൂഢന്മാരായിട്ടുള്ള ആളുകളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അല്ലയോ സുഹൃത്തെ എന്നല്ല, മൂഢമതേ. ചിന്മയാൻ സ്വാമിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സീക്ക് ഗോവിന്ദ, സീക്ക് ഗോവിന്ദ, ഓ ഫൂൾ, അങ്ങനെ പറയുക അദ്ദേഹം. ഗോവിന്ദം ഭജ ഗോവിന്ദം, ഗോവിന്ദനെ ഭജിക്കുക. അത് 3 വട്ടം പറഞ്ഞിട്ടുണ്ട്. മരണകാലഘട്ടത്തിൽ
മരണേ സന്നിഹിതേ സംപ്രാപ്തേ. വൺ ഡേ ഹി വിൽ കം വിത്ത് ഹിസ് ഫേമസ് റോക്ക് ടു ടേക്ക് ബാക്ക് യു ഫ്രം ഹിയർ. അതിൽ യാതൊരു സംശയവുമില്ല. ജനിച്ചിട്ടുണ്ടെങ്കിൽ അപരിഹാര്യമായിട്ടുള്ള കാര്യമാണ് മരിക്കുക എന്നുള്ളത്. ആ മരണം അടുത്ത് വരുമ്പോൾ, സന്നിഹിത കാലഘട്ടമായിട്ട് വരുമ്പോൾ, നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഇഹലോക സംബന്ധിയായിട്ടുള്ള അറിവുകൾ, അതേവിടെ പറഞ്ഞിട്ടുള്ള ഡുകുറിഞ്ഞ കരണ എന്നാണ്. അതൊരു പാണിനിയൻ സൂത്രമാണ്, ഒരു ധാതു പാഠവാക്യമാണ്. അത് നിങ്ങളെ രക്ഷിക്കാൻ വരില്ല. ഇഹലോകത്തിൽ സുഖസൗകര്യങ്ങൾ അത് നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയും. പക്ഷേ അതിനു വേണ്ടിയുള്ള അധ്വാനം, ആ അധ്വാനത്തിൻ്റെ ബാക്കി പത്രം അനുഭവിക്കുന്നു. ഏത് രീതിയിൽ എങ്ങനെ തന്നെ നിങ്ങൾ അതിനെ അക്യുമുലേറ്റ് ഏത് രീതിയിൽ കൂട്ടിവെച്ചാലും ഒരു സുപ്രഭാതത്തിൽ അത് നമ്മളിൽ നിന്ന് പോകും. ചിലപ്പോൾ അതിൽ നിന്ന് നമ്മൾ പോകും. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചേ മതിയാകും. ആയതുകൊണ്ട് തന്നെ അവസാന കാലഘട്ടത്തിൽ നമ്മളെ രക്ഷിക്കാൻ ഒരിക്കൽ പോലും ഈ സമ്പത്തുകളൊന്നും വരില്ല. അയ്യോ ഞാൻ മരിക്കാൻ പോകുന്നു എന്നുള്ള ബോധത്തോടു കൂടിയിട്ടാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേവലാതിയാണ്. ഇവിടെ ഒരു വേദന തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ആശുപത്രിയിൽ പോകും. ഇന്നലെ ഇവിടെ ഒരു വേദന ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അത് ചെരിഞ്ഞ് കിടക്കുന്നതിൻ്റെ പേരിലുണ്ടായതാവും. ഏതെങ്കിലും രീതിയിൽ വയറിനകത്തൊരു അസുഖം വന്നാൽ ഉടനെ ആശുപത്രിയിൽ പോകും. അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. എന്താ കുഴപ്പം? മരണപേടിയാണത്. അതേ സമയത്ത് എന്താണ് ജീവിതം? കസ്ത്വം കോഹം കുത ആയാതക. എവിടെ നിന്നാണ് വരുന്നത്, എന്തിനാണ് ഈ ലോകത്തിൽ വന്നത്, എവിടേക്കാണ് പോകുന്നത് എന്നിത്യാദി കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുന്ന ഒരാൾക്ക് മരണകാലത്തിൽ സന്തോഷങ്ങളുണ്ടാവുക. കാരണം എന്താ? ഇഹലോക പ്രാരബ്ധങ്ങൾ അവസാനിക്കാൻ പോവുകയാണല്ലോ എന്നുള്ളത് കൊണ്ട്. ഏതായാലും മരണം അടുത്തെത്തിക്കഴിയുന്ന സമയത്ത് ഒരു അറിവുകളും ഇഹലോക സംബന്ധിയായിട്ടുള്ള ഒരു അറിവുകളും നിങ്ങളെ രക്ഷിക്കാൻ വരില്ല. IAS കാരനാണ്, മരണം 10 ദിവസം കഴിഞ്ഞിട്ട് വരാൻ തീരുമാനിക്കൂ. IPS കാരനാണ്, അദ്ദേഹം ഈ ലോകത്തിൽ പല കാര്യങ്ങളും നോക്കിക്കൊണ്ട് നടക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് 5-6 വർഷം കൂടുതൽ കൊടുക്കാതെ വിചാരിക്കും. നന്നായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പെൻഷനായാലും ജോലിക്ക് നീട്ടി കൊടുക്കും. ഇവിടെ അത് നടക്കില്ല. ആയതുകൊണ്ട് തന്നെ ശങ്കര ഭഗവത്പാദർ പറയുകയാണ്, ഈ കവിത എഴുതാനുള്ള കാരണം പലപ്പോഴായിട്ട് എഴുതിയിട്ടുള്ളതാണ് ശങ്കരാചാര്യർ. പിന്നെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അവരവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം കാശിയിലെ തെരുവിലൂടെ നടന്നു പോകുന്ന സമയത്ത് ശങ്കരാചാര്യരും അദ്ദേഹത്തിനൊപ്പമുള്ള ശിഷ്യന്മാരും ഒരു വൃദ്ധൻ അവിടെ ഇരുന്നുകൊണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ധാതുപാഠങ്ങൾ അതുപോലെ തന്നെ പാണിനിയൻ വ്യാകരണമൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലൊന്നാണ് ഡുകുറിഞ്ഞി കരണേ. അത് റിപ്പീറ്റ് ചെയ്യാണ്, തെറ്റേതല്ലോ. ഡുകുറിഞ്ഞി കരണേ. അദ്ദേഹം ഈ ലോകത്തെ പ്രേമിക്കുന്നവനാണ്. അദ്ദേഹത്തോട് പറയുന്നതാണ് ഭജഗോവിന്ദം. ആ വൃദ്ധനോട് പറയാണ്, പ്രായമൊക്കെ ആയില്ലേ, ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ. മരണകാലമായി, ഏത് സമയം നിത്യസന്നിഹിതമാണ് മൃത്യു. തൊട്ട് പുറകിലുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ മരണവും പുറത്തു വരും. ഏത് സമയത്താണ് പിടികൂടുക എന്നറിയില്ല. ഏർലി മോർണിംഗിന് അല്ലെങ്കിൽ നേരത്തെ അറിയിച്ചിട്ടില്ലല്ലോ വരിക, ഏത് സമയത്ത്. അതുകൊണ്ടാണ് പറയുന്നത് മരണം രംഗബോധമില്ലാത്ത കോമാളി എന്ന് പറയുന്നത് കോമാളിയല്ല. ഒരു കാലഘട്ടം കഴിഞ്ഞാൽ നമ്മൾ ഓജസ്സോടുകൂടി തേജസ്സോടുകൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മളെ കൊണ്ടുപോവുകയാണെങ്കിൽ അതാണ് ജീവിതത്തെ ഏറ്റവും, നമ്മൾ ഇഹലോകത്തെ മോക്ഷം എന്ന് പറയാം, ഏറ്റവും സുലഭമായ നിമിഷം. അപ്പം ആളുകൾ പറയും അയാളൊരു നല്ല മനുഷ്യനായിരുന്നു, അതുകൊണ്ട് എന്താ ഭാഗ്യം ചെയ്ത ജന്മ, ഒരു വേവനാദിയും കൂടാതെ ഒരു ദിവസം പോലും ആശുപത്രിയിൽ കിടക്കാതെ കണ്ടോ, എല്ലാം ഭഗവാന്റെ കൃപ എന്ന് പറയുന്ന അർത്ഥം. എന്തായാലും ഇവിടെ ഗോ ശബ്ദം എന്ന് പറയുന്നത്, ഗോവിന്ദം എന്ന് പറഞ്ഞാൽ ഗോക്കളെ, വിന്ദെന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിന്ദതി, സുഖിപ്പിക്കുക. അപ്പോൾ ഗോക്കളെ സുഖിപ്പിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട്. ഗോക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അറിവ് എന്നൊരർത്ഥമുണ്ട്, വാക്ക് എന്നർത്ഥമുണ്ട്, ഇന്ദ്രിയം എന്നർത്ഥമുണ്ട്, പല അർത്ഥങ്ങളുമുണ്ട്. ഇവിടെ നമുക്കിതിൽ ഏത് അർത്ഥം വേണേ എടുക്കാം. ഇന്ദ്രിയങ്ങളുടെയൊക്കെ അധിപതിയായിട്ടുള്ള ബോധാത്മാവിൻ്റെ ഭജനമാണ് ഗോവിന്ദ ഭജനം. ആത്മാന്വേഷണത്തിന് സഹായമെന്ന നിലയിൽ മനസ്സിനെ ഏകാഗ്രപ്പെടാൻ ആരംഭത്തിൽ ഗോക്കളെ നയിച്ചിരുന്ന കൃഷ്ണ ഗോവിന്ദൻ്റെ ആകാരത്തോടു കൂടിയിട്ടുള്ള ഭജനം. നിറന്ന പീലികൾ നിരക്കവേ കുത്തി, അങ്ങനെ ആ രൂപത്തിൽ കാണുക ആദ്യം. രൂപമില്ലെങ്കിലും ഭഗവാനുണ്ട്, നമ്മളാണ് രൂപം കൊടുക്കുന്നത്. അത് നമ്മളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്.
ഒരു ഉപാസകന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ രൂപങ്ങൾ കൽപ്പിച്ചു വെച്ചിട്ടുള്ളത്. അതേ സമയത്ത് ജഗത്തിലൊന്നുമല്ല അവൻ. ആകാശത്തിലോ ഭൂമിയിലോ പാതാളത്തിലുള്ള ഒരു രൂപവുമില്ല അവൻ. അതിനെല്ലാം ആധാരമായിരിക്കുന്ന പരംപുരുഷനാണ് ആരാധനയ്ക്ക് അർഹൻ വാസ്തവത്തിൽ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സുള്ളിടത്തോളം കാലം മീശ വെച്ച കൊച്ചുകുട്ടി എന്ന് പറയും. ചിന്മാന്തര ഭാഷ മൊസ്റ്റാൾട്ട് ചൈൽഡ് ചിൽഡ്രൻ എന്നൊക്കെ പറയും. അപ്പം അവർക്ക് എന്ത് വേണം? ഒരു പ്രതിമ വേണം. പ്രതിമീയതേ യയാസ പ്രതിമ. അവർക്ക് മുമ്പിൽ ഒരു ബോർഡ് വെക്കണം, അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകണം എന്നൊക്കെയും പറഞ്ഞു. ഒരു കാലഘട്ടം കഴിഞ്ഞാൽ കണ്ണടച്ച് നടക്കാൻ കഴിയുന്നത് വേറെ കാര്യം. അപ്പം ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ പടി എന്നുള്ള നിലയ്ക്ക് ഒരു റുഡിമെൻ്റൽ പ്രോഗ്രാം എന്നുള്ള നിലയ്ക്ക് സാകാര ഭജനം നടത്തിയേക്കുക. അതിനുള്ള മെഡിറ്റേഷൻ എന്നൊക്കെ നമ്മൾ പറയും. മെഡിറ്റേഷൻ അങ്ങേയറ്റം മറ്റൊന്നാണ്. അവിടെ മെഡിറ്റേഷനകത്ത് രൂപങ്ങളൊന്നുമില്ല, തുടക്കത്തിൽ മാത്രമാണ് അതുള്ളത്. ഏതായാലും ശരിയായിട്ടുള്ള ഗോവിന്ദ ഭജനം, ഗോ വാക്ക് എന്നർത്ഥമുണ്ട്. വാക്കുകളുടെ സമാഹാരം എന്ന് പറയുമ്പോൾ അതിന് വേദം എന്നർത്ഥമുണ്ട്. പൊരുളുകൾ കേൾക്കുക, അത് കേൾവിയുടെ സംസ്കാരം ഉണ്ടാക്കും. അല്ലെങ്കിൽ പറയുക, വെറുതെ പറയുക, കുറയുമ്പോൾ ആ സംസ്കാരം ഉള്ളിൽ കയറി നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. അതിന് കൊച്ചുകുട്ടികളോട് പറഞ്ഞ മോനെ നാരായണ നാരായണ എന്ന് വിളിക്കൂ. അവന് അർത്ഥം അറിയില്ല, അതിന് വലിയ അർത്ഥമുണ്ട്. നാരത്തിൽ അയനം ചെയ്യുന്നവൻ എന്നൊക്കെ വളരെ അർത്ഥങ്ങളുണ്ട്. അതൊക്കെ പിന്നീട് അവൻ ഗ്രഹിച്ചെടുക്കും. അപ്പോൾ തുടക്കത്തിൽ എന്താ വേണ്ടത്? സാകാര രൂപത്തിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തിനെയെങ്കിലും ഒന്നിനെ നിങ്ങൾ ഭജിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഈ പദ്യം വ്യക്തമാക്കുന്നത്. അടുത്ത ശ്ലോകമുണ്ട്. മൂഢജഗേഹി ധനാഗമ തൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജ കർമ്മോപാതം വിത്തം തേന വിനോദയ ചിത്തം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.